ഞാൻ ലാസ്റ്റ്ലി നിഖിൽ കമ്മത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ പുള്ളിൻ്റെ ബ്രദർ നിതിനും കൂടി വന്നിട്ടുള്ള പോഡ്കാസ്റ്റിൽ അവർ പറയുന്നുണ്ടായിരുന്നു അത്ലറ്റിക് ഗ്രീൻസ് എന്ന് പറയുന്ന ഒരു സപ്ലിമെൻ്റാണ് അവർ കൺസ്യൂം ചെയ്യുന്നത്. പിന്നെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ രണ്ടുപേരും. അതിലെനിക്ക് തോന്നുന്നു ഒരു പടി മുമ്പിലായിരിക്കും നിതിൻ, ഓൾഡർ ബ്രദർ. പുള്ളി റീസെൻ്റ്ലി ഒരു സ്ട്രോക്ക് വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളി ഒരു ഓവർ ഹെൽത്ത് കോൺഷ്യസ് ആവുന്നതും അല്ലെ ഓവർ ഇൻ ടു ഫിറ്റ്നസ് ആവുന്നതും ഈ സ്ട്രോക്ക് വരാനുള്ള അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസസ് വരാനുള്ള റീസൺ അല്ലേ? ഈ പെർട്ടിക്കുലർ കേസിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല. പക്ഷെ ഇതിൽ ദർ ആർ സർട്ടൻ എലമെൻറ്റ്സ് ആക്ച്വലി. നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നതോ അതല്ലെങ്കിൽ നമ്മളുടെ ഒരു ഹെൽത്ത് സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ഹെൽത്ത് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ഫുൾ പ്രൂഫ് തിങ്, റൈറ്റ്? സോ ഇപ്പം നമ്മൾ സ്ക്രീനിങ്ങിൻ്റെ കണത്തിലെടുക്കുകയാണെങ്കിൽ നമ്മൾ യൂഷ്വലി കാർഡിയോവാസ്കുലർ ഡിസീസ് എന്നാണ് ഇതിനെ പറ്റി പറയുക. ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കൊക്കെ അടങ്ങുന്ന ഒന്നിനെ നമ്മൾ കാർഡിയോവാസ്കുലർ ഡിസീസ് എന്നാണ് പറയുക. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ടെസ്റ്റുകൾ കൊളസ്ട്രോൾസ്, അതുപോലെ തന്നെ ഷുഗർ, BP, ദെൻ ന്യൂറോ പോലുള്ള സംരംഭങ്ങളിൽ നമ്മൾ കാൽഷ്യം സ്കോർ, അതല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ അവൈലബിൾ ഇൻ അതർ ഹോസ്പിറ്റൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ദർ ഇസ് എ ഗ്രേ ഏരിയ, സ്റ്റിൽ ദർ ഇസ് എ ഗ്രേ ഏരിയ. ഞാൻ പറഞ്ഞപ്പോൾ ന്യൂറൽ ചെയ്യുന്ന നേരത്തെ പറഞ്ഞു കാൽഷ്യം സ്കോറിനെ പറ്റിയിട്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുന്നത് കാൽസിഫൈഡ് പ്ലാക്ക് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണ്. അതല്ലാത്ത വെറും കൊളസ്ട്രോൾ മാത്രം ഉണ്ടാക്കുന്ന ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ദാറ്റ് മേ നോട്ട് ബി വിസിബിൾ ഇൻ ദിസ് സ്ക്രീനിങ്. ഓക്കെ, സോ നമുക്ക് ഒരു ഈ പറയുന്ന പോലെ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള നമ്മളുടെ ഒരു കൺസേൺ ഓർ ലൈക്ക് വി ക്യാൻ സേ കോൾ ഇറ്റ് എ ഹെൽത്ത് സ്ട്രാറ്റജി.